സോണി ലൈവിലൂടെ ഏറ്റവും പുതിയതായിട്ട് റിലീസ് ആയ ഒരു തെലുങ്ക് വെബ് സീരീസ് ആണ് ബൃന്ദ. തൃഷയാണ് ഇതിന്റെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. സീരീസ് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി സീരീസ് ആണ്. നല്ലൊരു സ്റ്റോറി ഉണ്ട് ഈ ഒരു സീരീസിന്. ആ ഒരു സ്റ്റോറി ആയാലും ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും അവർ നല്ല രീതിക്ക് തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാണുന്ന ഓരോ ആൾക്കാർക്കും നല്ലൊരു എൻഗേജിംഗ് ഫീൽ. ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആകാംക്ഷ തോന്നും അടുത്ത എന്താണ് നടക്കാൻ പോകുന്നത്. സോ അങ്ങനെ ത്രൂ എല്ലാ എപ്പിസോഡിലും ആ ഒരു എൻഗേജിംഗ് ഫീൽ നിലനിർത്തി അവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സീരീസ് കണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കി ഒരു സീരിയൽ കില്ലർ അതിനെ പിടിക്കാൻ പോകുന്ന ഒരു പോലീസ് ഓഫീസേഴ്സ്. പക്ഷെ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പോകും തോറും ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ്, ആ ഒരു വേൾഡ് ബിൽഡ് അല്ലെങ്കിൽ ആ സ്റ്റോറി നമ്മൾ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിനേക്കാളും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റബിൾ ആണ്. പക്ഷെ പ്രിഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ആ ഒരു കാര്യം ആ ഒരു പോയിന്റ് വരെ എത്തിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടെങ്കിലും അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സീക്വൻസ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു എൻറ്റയർ സീരീസിലെ വില്ലൻ ആരാണ്. പക്ഷെ എന്നിട്ടും ആ ഒരു സീരീസ് ആ ഒരു എൻഗേജിങ് ഫീലോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓവറോൾ നല്ല എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ആയാലും ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം വളരെ നൈസ് ആയിട്ട് തന്നെ ഈ സീരീസ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കായ ഒരു സീരീസും കൂടിയാണ്. ആൻഡ് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് വിശ്വാസവും അന്ധവിശ്വാസവും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മനുഷ്യരും അവർ കണക്ട് ചെയ്ത മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സീരീസ് സംസാരിക്കുന്നത്. ഞാൻ അധികം ആ ഒരു പ്ലോട്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇതാണ് ആ ഒരു തീം. ഇതിനെ വെച്ചിട്ടാണ് ഈ ഒരു എൻറ്റയർ സീരീസ് ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു നൈസ് സീരീസ് തന്നെയാണ്. പിന്നെ എനിക്ക് വർക്കാവാത്തതായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലാഗ് കൂടിയ കുറച്ച് ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഒരു ആവശ്യമില്ലാതെ പോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നി. ഇപ്പം ഫോർ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ തൃശ്യയുടെ ഒരു അനിയത്തിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സോ അത് വലിയ ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഫാമിലി കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു. അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സും അധികം കണ്ടില്ല. ആകെ ഇതുപോലത്തെ 2-3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ ബാക്കി വന്നു പോകുന്ന എല്ലാം അടിപൊളിയാണ്. ആൻഡ് എസ്പെഷ്യലി എടുത്തു വരേണ്ട ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് തൃശ്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ തൃശ്യയുടെ ലൈഫിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ തൃശ്യാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ഇത് മുന്നോട്ട് കൊണ്ടുവന്നു. സോ ആ ഒരു സമയത്തായാലും അല്ലെങ്കിൽ പുള്ളിക്കാരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു ട്രോമ, സോ അതിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, സോ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് നൈസായിട്ട് തന്നെ പാരലിൽ കൊണ്ടുപോകുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. തൃശ്യ അത് അടിപൊളിയായിട്ട് തന്നെ ആ കാര്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു എൻറ്റയർ സീരീസിൽ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ഒരു സ്റ്റോറി ഇപ്പോഴത്തെ പ്രസന്റ് ടൈമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ അത് കണക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷനാണ്. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ആ ഒരു സീനിൽ കാണിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ത്രില്ലർ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് തന്നെയാണ് ബൃന്ദ. അത്ര കിടിലൻ എപ്പിസോഡ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്റ്റോറി ടെല്ലിംഗ് പ്രസന്റേഷൻ ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ കിടിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ കണ്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുമ്പോൾ വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ ആ ഒരു എൻറ്റയർ സീരീസ് ഒരു പ്രസന്റ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ആ ഒരു സ്റ്റോറി ആയാലും ആ ഒരു സ്ക്രീൻ പ്ലേ ആയാലും എല്ലാത്തിൻ്റെ എക്സിക്യൂഷൻ വളരെ നൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് വർക്കായ ഒരു സീരീസ് കൂടിയാണ്. ഒരു വൺ ടൈം ഒക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോണി ലൈവിലുണ്ട്. സോ ഓൾറെഡി ഈ ഒരു സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.